നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ വാരഫലമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ആരംഭിച്ചു ഓരോ ആഴ്ചയിലെയും വാരഫലം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പലരും നിർദ്ദേശങ്ങളുമായി വന്നു. എല്ലാ രാശിക്കാരുടെയും ഫലങ്ങൾ ഒരുമിച്ച് പറയുന്നതിന് പകരം ഓരോ രാശിക്കാരുടെയും ഫലം പ്രത്യേകമായി ചെറിയ ചെറിയ എപ്പിസോഡായി നൽകാമോ എന്ന് അവർ അഭ്യർത്ഥിച്ചു, ആവശ്യപ്പെട്ടു. അതുപ്രകാരം അതിനുള്ള ഒരു പ്രയത്നത്തിലാണ് ഡോക്ടർ മാരാർജി ടീം. ഒരു ചെറിയ അഭ്യർത്ഥന, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനൽ. നാം ചർച്ച ചെയ്യുന്നു ചിങ്ങം രാശിയെപ്പറ്റി. ഇവിടെ ചിങ്ങൻ രാശി ഈ വാരത്തിൽ ഇടവം 9 മുതൽ 15 തീയതി വരെ, അതായത് 2024 മെയ് 23 വ്യാഴാഴ്ച മുതൽ 29 ബുധനാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചിങ്ങൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ൽ കേതു, 4-ൽ ചന്ദ്രൻ, 7-ൽ ശനി, അഷ്ടമത്തിൽ ചൊവ്വ രാഹു, 9-ൽ ബുധൻ, 10-ൽ സൂര്യൻ വ്യാഴം ശുക്രൻ, 12-ൽ ഗുളികൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. പ്രായണ ചിങ്ങൻ രാശിയിൽ മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാണ്. ഇവിടെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം, ലഗ്നാധിപനായ രാശ്യധിപനായ സൂര്യൻ 10-ാം ഭാവത്തിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. ശ്രുത ശൗര്യഭാഗ് ഖേ എന്നാണ്. 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശൗര്യത്തെ ഉണ്ടാക്കുന്നു. ഊർജസ്വി ജനവല്ലഭ ദശമകേ സൂര്യ. ഊർജസ്വിയും ജനവല്ലഭനും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനുമാകുന്നു 10-ൽ നിൽക്കുന്ന സൂര്യൻ. ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ എന്നാണ്. രാജതുല്യനായിട്ട് തൻ്റെ ശ്രമങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുന്നു? സിദ്ധി ഉണ്ടാകുന്നു. ദണ്ഡനാഥോ കുജാർക്കോ, കയ്യിൽ വടിപിടിക്കുന്ന അധികാരത്തെ സൂചിപ്പിക്കുന്നു 10-ലെ സൂര്യൻ. അതുകൊണ്ട് കർമ്മഭാവം വളരെ ഭദ്രമാണ്. അവിടെ മാളവ്യ മഹായോഗമുണ്ട്. അവിടെ സൂര്യനോടുകൂടി വ്യാഴമുണ്ട്, ശുക്രനുണ്ട്. ഒക്കെ നല്ലത്. സഹോദര ഗുണം കിട്ടുന്നതാണ്. സഹോദരപതിയായ ഗ്രഹവും നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. ഈ 9-ലെ ബുധൻ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടുന്ന അവസരം ധാരാളം കൈവരുന്നതാണ്. ബുധോ ധർമ്മകേ ധർമ്മശീല അതിധീമാൻ ഭവേത് ദീക്ഷിത സ്വർദുനി സ്നാതക. ഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുമെന്നാണ്. അത് പ്രകാരം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടുന്ന ഒരു നല്ല അവസരം കൈവരുന്നത്. 2-ലെ കേതു ശാരീരികമായി നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. സ്വതവേ ചിങ്ങൻ രാശിക്ക് കുക്ഷി അക്ഷജ, വയറിനും കണ്ണിനും രോഗമാണ് വരിക. അത് രണ്ടും ഇവിടെ വളരെ സ്പഷ്ടമാണ്. 2-ലെ കേതു നേത്രരോഗത്തെ ഉണ്ടാക്കുന്നു. അഷ്ടമത്തിലുള്ള ചൊവ്വയോ അജീർണം വയറിനുണ്ടാക്കി അത് പൈൽസ് മുതലായ രോഗത്തിലേക്ക് നയിക്കുന്നു. സ്വതവേ സിംഹൻ രാശി മാംസോദന രുചിഹി, മാംസത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റാത്തവരാണ്. ക്ഷുതൃഷ്ണോദര ദന്ത മാനസരുജ. സിംഹത്തിന്റെ സ്വഭാവ. അപ്പൊ ക്ഷുത് തൃഷ്ണ, വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റൂല. അപ്പോൾ ചിങ്ങൻ രാശിക്കാർ രാഹു കഴിയുന്നത് വരെ ഉദരസംബന്ധമായ രോഗത്തെ വളരെ ശ്രദ്ധിക്കണം. പിന്നീട് മാതൃപക്ഷത്തുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വാരമാണ്. ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു. താൻ സൽക്കരിച്ച സുഹൃത്ത് പോലും തനിക്ക് ശത്രുവാകുന്നു. സഖാകിന്ന ശത്രുയതേ സൽകൃതോപി. പ്രയത്നിച്ച സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവാകുന്നു. പ്രയത്നകൃതേ ഭൂയേതേജ ഉപസർഗേഹി. എത്ര യത്നിച്ചാലും പലതരം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, കർമ്മമേഖല ഭദ്രമാണ്. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കും. സഹോദര ഗുണമുണ്ട്. നമ്മൾ ഒരു വെള്ള വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ഇച്ചിരി മഷി കുടഞ്ഞാൽ ആ വസ്ത്രം ധരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കുന്നു. 8-ലെ ചൊവ്വ ഒരു വില്ലനായി അവിടെ കാത്തു നിൽക്കുന്നു. ശുഭാസ്തസ്യക്കും ഖ്യാജരാഹ കുര്യുരന്യേ വിധാനേപി ചെയ്ത് അഷ്ടമേ ഭൂമി സുനുഹു. എല്ലാ ഗ്രഹങ്ങളും എത്ര നല്ല സ്ഥാനത്തായാലും 8-ൽ നിൽക്കുന്ന ചൊവ്വ അതിൻ്റെ പ്രഭാവത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ആചാര്യൻ വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സദ്ഗുണങ്ങൾക്കെല്ലാം ഒരു കളങ്കമാകാൻ നമ്മുടെ ചൊവ്വയെ നാം അനുവദിച്ചുകൂടാ. എന്താണ് പരിഹാരം? പൂർവോപാസിത ദേവകോപം അശുഭം. അപ്പൊ പൂർവികർ ഉപാസിച്ചു വന്നിരുന്ന ചൈതന്യത്തിന്റെ അശുഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ധർമ്മദൈവ സങ്കേതം പലപ്പോഴും ഭദ്രകാളിയാകാം. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ
അപ്പോൾ ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും നിത്യ സന്ദർശനം നടത്തണം ചിങ്ങൻ രാശിക്കാർ. അതേ രീതിയിൽ സർപ്പസങ്കേതത്തിലും സന്ദർശനം നടത്തണം. അവിടെ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി വഴിപാടായിട്ട് ചെയ്യാവുന്നതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ട്, ദേഹമുട്ട് അല്ലെങ്കിൽ കർമ്മമുട്ട് ഒക്കെ ചെയ്യുക. നന്നായി പ്രാർത്ഥിക്കുക. ഭദ്രകാളി മന്ത്രമൊക്കെ ഒരു ഗുരുമുഖത്ത് നിന്നും നിങ്ങൾക്ക് മന്ത്രദീക്ഷ പോലെ സ്വീകരിക്കാവുന്നതാണ്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ. ഏറ്റവും ശക്തമായ ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു ഇത്. അത് ജപിച്ചാൽ തന്നെ നിങ്ങൾക്ക് വൈബ്രേഷൻ വരും. ജൂൺ 8 ചൊവ്വ മാറുന്നത് വരെ വളരെ ശ്രദ്ധിക്കണം. ഒരു മധ്യസ്ഥത വഹിക്കാനും ഒന്നും പോകരുത്. നിങ്ങളിപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ ഭാരവാഹിയാണെങ്കിൽ അവിടെ വിവാദങ്ങൾ ഉണ്ടാകും. അപവാദോ മഠാവത്തിരപി പാപേ അഷ്ടമസ്ഥിതേ. അഷ്ടമത്തിൽ പാപഗ്രഹം വന്നാൽ മഠവുമായി ബന്ധപ്പെട്ട അപവാദങ്ങളിൽ നാം വലിച്ചിഴക്കപ്പെടുമെന്നാണ്. അങ്ങനെ ഒരു അവസരങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ബാക്കി എല്ലാ ശുഭഗ്രഹങ്ങളും നിങ്ങളുടെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഈ ചൊവ്വയെ കൂടി നാം നമ്മുടെ ഭാഗത്താക്കുക. അമ്മയുടെയും അമ്മാമന്മാരുടെയും ആരോഗ്യത്തിനു വേണ്ടി പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യണം. 4 നീചസ്ഥനായി നിൽക്കുന്ന ചന്ദ്രൻ മാതൃപക്ഷത്തുള്ളവരുടെ അരിഷ്ടതയെ കാണിക്കുന്നു. പിതൃക്കൾക്ക് ബലികർമ്മങ്ങൾ ചെയ്യാനുള്ളവർക്ക് ഏറ്റവും അനുകൂലമായ വാരമാണിത്. ബലികർമ്മങ്ങൾ ചെയ്യുക, പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക. ഇവിടെയും ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ദിനങ്ങളാകുന്നു 23-ാം തീയതി വ്യാഴാഴ്ച കാലത്ത് 9:50 ശേഷമുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്രകാരം 25-ാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രവും 12 മണി മുതൽ വളരെ അനുകൂലമാണ്. പക്ഷെ സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ പാടില്ല. അതേ രീതിയിൽ 27-ാം തീയതി തിങ്കളാഴ്ച 10:30 മുതലുള്ള സമയവും വളരെ അനുകൂലമാണ് ശുഭകാര്യങ്ങൾക്ക്. തിങ്കളാഴ്ചയാണ്, ഉത്രാടം നക്ഷത്രമാണ്, വളരെ ഗുണമാണ്. പിന്നീട് 29-ാം തീയതി ബുധനാഴ്ചയും തിരുവോണം നക്ഷത്രം അവിട്ടവും മധ്യമത്തിൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ നല്ല ദിനങ്ങൾ സൂചിപ്പിച്ചു, പ്രാർത്ഥനകൾ സൂചിപ്പിച്ചു. ജസ്റ്റ് ഫോളോ ഡോക്ടർ മാരാർജി. നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.